തെരഞ്ഞെടുപ്പ് പരാജയം വിലയിരുത്താൻ ചേരുന്ന KPCC എക്സിക്യൂട്ടീവ് തുടരുകയാണ്. നേതൃത്വത്തിനെതിരെ ഉയർന്ന വിമർശനങ്ങൾക്ക് VM സുധീരൻ ഇന്ന് മറുപടി നൽകും. പാർട്ടിയെ ശക്തിപ്പെടുത്താനുള്ള മാർഗരേഖയും തയ്യാറാക്കും. 30 നിർദ്ദേശങ്ങളടങ്ങിയ നയരേഖയും യോഗം ചർച്ച ചെയ്യും. മാറേണ്ടവർ മാറണം, മാറ്റേണ്ടവരെ മാറ്റണം. AI ഗ്രൂപ്പുകൾ സംയുക്തമായി നടത്തിയ പടനീക്കത്തിന് VM സുധീരൻ ഇന്ന് മറുപടി നൽകും. തെരഞ്ഞെടുപ്പിന്റെ മുന്നൊരുക്കങ്ങളിൽ പാർട്ടി പരാജയപ്പെട്ടുവെന്ന വിമർശനത്തെയും VM സുധീരന് പ്രതിരോധിക്കേണ്ടതുണ്ട്. തെരഞ്ഞെടുപ്പ് പരാജയത്തിന്റെ മുഖ്യ ഉത്തരവാദിത്വം സുധീരനാണെന്ന് AI ഗ്രൂപ്പുകൾ ആക്ഷേപമുയർത്തുമ്പോൾ സുധീരന്റെ മറുപടി പ്രസക്തമാകും. KPCC അധ്യക്ഷ പദം ഒഴിയാനില്ലെന്ന് സുധീരൻ നേരത്തെ വ്യക്തമാക്കിയിരുന്നു. കഴിഞ്ഞ മന്ത്രിസഭ എടുത്ത തീരുമാനങ്ങളിൽ ഉമ്മൻചാണ്ടിയുടെ മറുപടിയും ഏവരും ഉറ്റുനോക്കുന്നു. ഹൈക്കമാൻഡിനെതിരെ ഉയർന്ന വിമർശനങ്ങൾക്ക് AK ആന്റണി മറുപടി നൽകുമെന്നതും പ്രധാനമാണ്. തിരഞ്ഞെടുപ്പ് പരാജയം പഠിക്കാൻ സമിതിയെ നിയോഗിക്കുന്ന പതിവ് പ്രഹസനം വേണ്ടെന്ന വിമർശനമാണ് എക്സിക്യൂട്ടീവിൽ ഭൂരിഭാഗം അംഗങ്ങളും പങ്കുവച്ചത്. പാർട്ടിയെ ശക്തിപ്പെടുത്താൻ 30 നയരേഖയും ഇന്ന് യോഗം ചർച്ച ചെയ്ത് അംഗീകരിക്കും. 10 വർഷത്തിലധികം പാർട്ടി പദവികൾ വഹിച്ചവർ ഒഴിയണമെന്നതും 3 തവണ തുടർച്ചയായി മത്സരിച്ചവർ പാർലമെന്ററി രംഗത്ത് നിന്ന് വിട്ടുനിൽക്കണമെന്ന നിർദ്ദേശത്തിനെതിരെയും അഭിപ്രായമുയർന്നിരുന്നു. റിപ്പോർട്ടർ, തിരുവനന്തപുരം.